ഞാൻ വീണ്ടാമതും നോയൽ ഇപ്പം എന്താ ഇങ്ങനൊരു വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രിയിലും നല്ല രസമായിരുന്നു കേട്ടോ. കുറേ കോളുകൾ വന്നു, ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. നമ്മുടെ അയ്യൂബ് ഖാനുമായിട്ട് സംസാരിച്ചു. റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. റെക്കോർഡ് ചെയ്തായിരുന്നെങ്കിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമായിരുന്നു എന്ന് ഇപ്പോൾ ഓർക്കുന്നു. റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, വാട്സാപ്പ് കോളായിരുന്നു. എന്നാലും റെക്കോർഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ റെക്കോർഡ് ചെയ്തില്ല. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോകളുമായിട്ട് വരും. നിങ്ങളെല്ലാം, അതായത് നിങ്ങളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ എന്നെ തെറി വിളിക്കാനും എന്നെ ഫോൺ ചെയ്യാനും ഒക്കെ ആഹ്വാനം ചെയ്യുകയും കലാപാഹ്വാനം നടത്തുകയൊക്കെ ചെയ്ത സ്ഥിതിക്ക് കുറേ ആളുകൾ എന്നെ വിളിച്ചിരുന്നു. ഇതിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എല്ലാവരും ക്രിമിനൽസ് ഒന്നുമല്ല, എന്നാൽ എല്ലാവരും അത്ര നല്ലവരല്ല. എന്നിരുന്നാലും ഈ നല്ലവരായിട്ട് ഈ കമ്പനി നാളെ തിരിച്ചു വരും, ഈ പൈസയൊക്കെ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന കുറേ നിഷ്കുകളുണ്ട് എന്നെനിക്കറിയാം. അവരോടാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്, നിങ്ങളുടെ കാശ് തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. നിങ്ങൾ ഇനിയും കാശ് പിരിച്ച് കൊടുക്കാൻ പോവാന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ഫ്രോഡ് പരിപാടിക്ക് കാശ് പിരിച്ചു കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അധ്വാനിച്ച കാശ് നിങ്ങൾ എന്താ പറയുന്നത്, വല്ലവരുടെയും കടം മേടിച്ചിട്ടായിരിക്കാം, വസ്തു വിറ്റിട്ടായിരിക്കാം, അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പേര് പൈസ കൊടുത്തിട്ടുണ്ടെന്ന് ഞാനിങ്ങനെ അറിഞ്ഞു. എന്ത് ചെയ്യാനാ, ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും, അറിഞ്ഞുകൂടാ. എന്നെ വിളിച്ചവരിൽ ഒരുപാട് പേരുടെ പേരുകൾ വന്നേക്കുന്നത് കാർപ്പൻട്രി വർക്ക്, കാർവിംഗ് വർക്ക്, ഓട്ടോ ഡ്രൈവർ, ടാക്സി ഡ്രൈവർ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പേരുകളും കാണുന്നുണ്ട്. അപ്പം നിങ്ങളൊന്നും വലിയ ഒരുപാട് പൈസ ഉള്ളവരൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ നിങ്ങളൊക്കെ ഒരു കോമൺ സ്വഭാവം എന്താണെന്നറിയോ, ഈ ഹൈറിച്ചിൽ വന്ന് പെട്ടതിൻ്റെ ഒരു കോമൺ സ്വഭാവം എന്താണെന്നറിയോ, അതിൽ ഒരുപാട് പേര് നല്ല നല്ല നിലയിലിരിക്കുന്നവരുണ്ട്. പോലീസുകാരൻ, ഒരു വണ്ടി എടുക്കുകയൊക്കെ പോലീസ് വേഷം, അതായത് മറ്റേ പട്ടാളക്കാരുടെ വേഷം പോലത്തെ പോലീസ് വേഷം ഇട്ട് നിൽക്കുന്ന ആളുകളൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്, വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവര് എന്നുവെച്ചാൽ സമൂഹത്തിലെ നാനാതുറയിലുള്ള ആൾക്കാരും ഇതിനകത്തിൽ ഉണ്ട്. നിങ്ങൾക്കൊക്കെ ഉള്ള കോമൺ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാർത്ഥിയായിരുന്നു. കാശിട്ട കൂടുതൽ കാശ് കൈ നനയാതെ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് കാശിട്ടവരാണ് നിങ്ങളെല്ലാവരും. അതുകൊണ്ടാണ് പണി കിട്ടിയത്, മനസ്സിലായില്ലേ? ഇപ്പം കുറച്ച് നാളിത് കാര്യമായിട്ട് ഓടി, എന്നാൽ ആൾ ചേരുന്നോറും എല്ലാവർക്കും പൈസ കൊടുക്കാൻ പറ്റാതെ ഇതിപ്പം ഈ കോടതിയിൽ കേസ് കൊടുത്തു എന്ന് പറഞ്ഞില്ല, ആരോ കേസ് കൊടുത്തു എന്ന് പറയുന്നത്. എനിക്കറിയില്ല ഇത് ആരാ കേസ് കൊടുത്തതെന്ന്. പക്ഷെ എൻ്റെ ഒരു നിഗമനം, സാധാരണഗതിയിൽ ഈ മണി ചെയിൻ പൊട്ടാൻ അല്ല സാധ്യത, എപ്പോഴും പൊട്ടിക്കുകയാണ്. ആര്? ഈ തുടങ്ങിയവർ തന്നെ. എന്തിനാണെന്നറിയാം, അവർക്ക് ആ പൈസയായിട്ട് മുങ്ങാൻ വേണ്ടിയിട്ട്. നോർമലി അങ്ങനെയാണ് സംഭവിക്കുന്നത്. മണി ചെയിനുകളെല്ലാം പൊട്ടുമല്ല, പൊട്ടിക്കുകയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കമ്പനിയിൽ ലാഭമില്ല, പാടയില്ല, കോടയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി എല്ലാവരും കൂടെ ഇറങ്ങി കൂടുന്നതാണ്. അപ്പോൾ ഇതും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളെ ഒരു കുടുംബം, കൂട്ടായ്മ, ഫാമിലി, പാവങ്ങൾ, ഒരുപാട് പേരുടെ കണ്ണുനീര്, വിശ്വാസം, ഈ കമ്പനിയിലുള്ള വിശ്വാസം, ഈ കമ്പനി തിരിച്ചു വരുമോ എന്നുള്ള വിശ്വാസം, ഈ കമ്പനി തെറ്റൊന്നും ചെയ്യുന്നില്ല എന്നുള്ള വിശ്വാസം, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവത്തിലാണ് ഇരിക്കുന്നത്. ഇത് സത്യത്തിൽ ഈ ട്രാൻസ് എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? ഏതാണ്ട് അത് തന്നെയാണ്. നിങ്ങളെ ഇങ്ങനെ പറഞ്ഞ് എനർജി കയറ്റി പിന്നെ വിശ്വാസം കുത്തിക്കയറ്റി നിങ്ങൾക്കിട്ട് പണി തന്നേക്കുന്നതാണ്. അതുകൊണ്ടാണ് എന്നെ തെറി വിളിക്കാനായിട്ട് നിങ്ങൾ ചങ്ങും കരളും പറിച്ച് കളഞ്ഞേച്ച് വരുന്നത്. നിങ്ങൾ എന്നെ തെറി വിളിക്കുമോ, ശപിക്കുമോ? ഇന്നലെ ഒരു ചേച്ചി പറയുന്നത് കേട്ട്, അവന്റെ കുടുംബം നശിച്ചു പോകാൻ നമുക്ക് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുന്നത് കേട്ട് രസം. പിന്നെ ഒരു പുള്ളിക്കാരൻ്റെ കാല് രണ്ടും വലിച്ചു കീറണം, കത്തിച്ച് കളയണം. നീയൊന്നും ഒരു മൈരും ചെയ്യാൻ പോകുന്നില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.
നീ ഒന്നും ഒരു മൈരും ചെയ്യാൻ പോകുന്നില്ല. കാര്യം ഞാൻ നിയമത്തിന്റെ വഴിക്കാണ് നീങ്ങിയത്. അത് ഈ ഐറിച്ചുമായിട്ട് ബന്ധപ്പെട്ടുമല്ല, ക്രൗഡ് ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാശ് പോയവൻ ഇരുന്ന് കരയുക, കരയാനത്തില്ലെങ്കിൽ കുത്തിയിരുന്ന് മൂഞ്ചുക. ഈ കമ്പനി തിരിച്ചു വരാൻ പോണില്ല. ഇത് മണി ചെയിൻ തട്ടിപ്പ് കമ്പനി തന്നെയാണ്. ഈ കമ്പനി തിരിച്ചു വരാൻ പോകുന്നില്ല. നിന്റെയൊക്കെ കാശ് മൂഞ്ചി.